ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഐഷുട്ടാ. അപ്പോൾ ഐഷുവിന് ഇന്ന് 9 വയസ്സായി. അപ്പോൾ ഇന്നലെ നമുക്കൊരു മെയിലാഞ്ചി ട്യൂബ് കിട്ടിയപ്പോൾ ഐഷുവിന് അങ്ങോട്ട് മെയിലാഞ്ചി ഇടണമെന്നൊരു പൂതി. അപ്പോൾ ബർത്ത്ഡേ ഗേൾ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് സാധിച്ചു കൊടുത്തു. രാത്രി 12 മണിക്ക് ദീദിനെ വിഷ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ രണ്ടാൾ ഉറങ്ങാണ്ട് കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പത്തിരിയും തേങ്ങാപ്പാലും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. ഇന്നലെ ഇപ്പോൾ ഖത്തറിൽ നിന്ന് വരുമ്പോൾ ഐഷുവിന് സർപ്രൈസായിട്ട് കൊടുക്കുന്നൊരു ബ്രേസ്ലെറ്റാണിത്. അപ്പോൾ ഐസു ഇറയാണ് കൊടുക്കുന്നത്. അങ്ങനെ അടുത്ത ഗിഫ്റ്റ് താത്താടെ വകയായിരുന്നു. താത്ത പറഞ്ഞാൽ ഐഷുവിൻ്റെ അമ്മയാണ്. ഏപ്രിൽ ബർത്ത്ഡേ ആയ കാരണം ഐഷുവിന് നല്ല വിഷമമുണ്ട്. ഈ സ്കൂളിലൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റണില്ലല്ലോ എന്ന്. അപ്പോൾ ആ വിഷമമാണ് തീർത്തു കൊടുത്ത്. അപ്പോൾ ഇതാണ് ഐസുവിൻ്റെ ഇറാടി ഗിഫ്റ്റ്. അവർക്കാണ് ഗിഫ്റ്റ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ ഗിഫ്റ്റ് പൊട്ടിക്കുമ്പോഴും ഐഷുവിനെ കാട്ടി സൂപ്പർ എക്സൈറ്റഡ് ആണ് ഐസു കയറി. അതവരെ മുഖത്ത് കാണുന്നുണ്ടാവും നിങ്ങൾ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗിഫ്റ്റ്. ചെരുപ്പായിരുന്നു. അങ്ങനെ ഐഷുവിൻ്റെ കുറേ സിംഗിൾ എടുത്ത് പിന്നെ ഐസുവിന് ഇറാനായിട്ടൊന്നും എടുത്ത്. അപ്പോൾ ഇറ കുറേ പുല്ലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. കുറേ നേരം പുറത്തുനിന്ന് ഫോട്ടോ എടുത്ത കാരണം ഐഷുവിന് നല്ല ചൂടെടുക്കുന്നുണ്ട് തോന്നുന്നു. പിന്നെ ഇറ തലൊക്കെ ചൊറിയുണ്ട്. പിന്നെ ഐസു വീണ്ടും ഫോട്ടോ എടുക്കുക വെച്ചിട്ട് പോസ് ചെയ്യുന്നു. അങ്ങനെ ഉച്ചക്ക് നാച്ച് ചോറിനാൻ വന്നപ്പോൾ അതാ അടുത്ത ഗിഫ്റ്റ്. എൻ്റെ പൊന്നെ, ഐഷു കോളടിച്ചിട്ടാ പ്രാവശ്യം. സന്തോഷം കൊണ്ട് എന്താ ഐഷുവിനെ കാട്ടണമെന്ന് അറിയില്ല. അങ്ങനെ വൈകുന്നേരം അളിയൻ വന്നപ്പോൾ ഐഷുവിന് ഗിഫ്റ്റ് മാത്രം പോരാ, എങ്ങടേലും ഒന്ന് പോകണം. അപ്പോൾ നമ്മളവിടെ അടുത്തുള്ള സ്റ്റായിക്കടത്തേക്കാണ് പോണത്. അങ്ങനെ കുറച്ചൊക്കെ ഡാൻസ് കളിച്ചിട്ട് ഇവർ പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കുന്നുണ്ട്. സ്റ്റായിക്കടവ് പിന്നെ നമ്മളെ സ്ഥിരം ചായടി സ്പോട്ടാണ്. അപ്പോൾ അടിപൊളി വ്യൂ ആണ്. ഇവിടുത്തെ ഒരു സൺസെറ്റ് ടൈമാണ് ഇവിടുത്തെ മെയിൻ. അപ്പോൾ ഇറതാ ആകാശത്തിന് ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്പോട്ട് എത്തിയിട്ടാ. ഐഷുവിനോട് ഐസുവിനോട് ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ അവർ ജീവിച്ച് കാണിക്കുന്നുണ്ട്. നല്ല പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് നല്ല കാറ്റും മഴക്കാറ് നല്ല വരുന്നുണ്ടായിരുന്നു. പിന്നെ സൺസെറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. അങ്ങനെ ഇവർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മാങ്ങ ഉപ്പിലിട്ടവും പൈനാപ്പിൾ ഉപ്പിലിട്ടവും ഒക്കെ മേടിച്ച് പിന്നെ കോളിഫ്ലവർ പൊരിച്ചതൊക്കെ മേടിച്ച്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി. അപ്പോൾ ഓക്കെ, ബൈ.